ഉള്ളത് മാൾട്ടയിലെ വാലറ്റ സിറ്റി, അതായത് മാൾട്ടയുടെ ക്യാപിറ്റലാണ്. ഞാനിപ്പോ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് നല്ലൊരു ജോബും സെറ്റിലൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ചില ഏജൻസികളൊക്കെ പലരെയും കൊണ്ടുവന്ന് കളിപ്പിച്ച് ജോബില്ലാതെ തിരിച്ചു പോകേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്നൊക്കെ ഓരോരുത്തർ എൻക്വയറി ചെയ്യുന്നത് നമ്മുടെ നേഴ്സുമാരെ പറ്റിയാണ്. കാരണം അവര് ആണല്ലോ ഏറ്റവും കൂടുതൽ അബ്രോഡിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവര് ചോദിക്കുന്നത് ഏറ്റവും ബെറ്റർ ഏജൻസി ഏതാണ് പുറത്തേക്ക് അല്ലെങ്കിൽ മാൾട്ടയിലേക്ക് വരാനായിട്ടെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ചെറിയ എൻക്വയറി ആയിട്ട് ഞാൻ ഇറങ്ങിയാണ്. EFM ഗ്രൂപ്പ് ആൻഡ് ഗൈഡേഴ്സ് മിഷൻ അവർ ഒത്തിരി നഴ്സുമാരെ നമ്മുടെ ഈ മാൾട്ടയിലേക്ക് കൊണ്ടുവന്ന് അവരെ വേരുറപ്പിച്ചിട്ടുണ്ട്. പലരും ഇവിടെ നിന്നും UK, US, കാനഡ, ന്യൂസിലൻഡ് അങ്ങനെ പല രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാൾട്ടയില് ഈ ഏജൻസിയുടെ അണ്ടറിൽ വന്ന ആരെയെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അവരോട് നമുക്ക് ഇതിന്റെ ഒരു അഭിപ്രായം കൂടെ അറിയാം. ഓക്കെ, മാൾട്ടയിൽ വന്നിട്ട് കുറച്ച് നാളായി. ഓക്കെ, എന്റെ പേര് ആൻസി. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ എൻക്വയറി ആയിട്ട് ഇറങ്ങിയതാണ്. ഞാനൊരു നഴ്സാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു നഴ്സുമാർക്ക് നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കണമെന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഏത് പ്രൊഫഷനാണെന്ന് പറഞ്ഞാൽ? ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നഴ്സുമാരെ കിട്ടിയാലേ എനിക്ക് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങള് മാൾട്ടയിലേക്ക് എങ്ങനെ വന്നു? ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ജോബ് സെക്യൂർ ആണോ? നിങ്ങളുടെ സാലറി എങ്ങനെയുണ്ട്? ഇതൊക്കെ അറിയണമെന്ന് എനിക്കുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം. ഓക്കെ, സോ നമുക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം. എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് മാൾട്ടയിലേക്ക് എത്തിയത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത് മാൾട്ടയെ പറ്റി? അപ്പൊ എനിക്ക് തോന്നുന്നത് പേരെന്തായിരുന്നു? അലീന. ഓക്കെ, അലീന എങ്ങനെയാണ് മാൾട്ടയിലേക്ക് എത്തിയത്? എത്ര വർഷമായി ഇവിടെ എത്തിയത്? ഞാനിപ്പം 4 വർഷമായി മാൾട്ടയിൽ വന്നിട്ട്. ഗൈഡേഴ്സ് മിഷൻ വഴിയായിരുന്നു ഞാൻ വന്നത്. ഗൈഡേഴ്സ് മിഷൻ നമുക്ക് ആദ്യമേ പ്രോസസ്സിംഗ് പെട്ടെന്നായിരുന്നു. ഏകദേശം ഒരു 6 മന്ത് ആണ് നമുക്ക് പ്രോസസ്സിംഗിന് ടൈം എടുത്തത്. വന്ന സമയത്ത് നമുക്ക് ദുബായിൽ ഒരു 14 ദിവസം ഒരു ക്വാറന്റൈൻ പോലെ എനിക്ക് തോന്നുന്നത് കൊറോണ ടൈമിലാന്ന് തോന്നുന്നു. ആ സമയത്ത് കുറെ വേക്കൻസീസും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് നഴ്സുമാരോട് ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ക്വാറന്റൈൻ ദുബായിലായിരുന്നു. 14 ദിവസം നമ്മൾ ദുബായിലുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കാര്യങ്ങളെല്ലാം നല്ല സേഫ് ആയിരുന്നു. അവര് തന്നെ ചെയ്തു. എല്ലാം നമുക്ക് സേഫ് ആയിരുന്നു. എല്ലാം നമുക്ക് നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഫുഡ് ആണെങ്കിലും അക്കോമഡേഷൻ എല്ലാം ഓക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു ടീമായിട്ടാണ് നമ്മളെ കൊണ്ടുവന്നത്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 പേരുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടായിരുന്നു. അപ്പം ഞങ്ങള് പല 3-4 ഗ്രൂപ്പായിട്ടാണ് വന്നിരുന്നത്. അങ്ങനെ കുറച്ചധികം പേരുണ്ടായിരുന്നു. ഏകദേശം ഒരു 40 പേരോളം ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്, പല ഗ്രൂപ്പുകളായിട്ട്. അപ്പം ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴാണെങ്കിലും നമുക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. അവർ തന്നെ നിങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം റെഡി. അതെ, ഇപ്പൊ അക്കോമഡേഷന്റെ കാര്യമാണെങ്കിലും വന്ന സമയത്ത് മെഡിക്കലിന് നമുക്കതൊന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നിനും പോകേണ്ടി വന്നില്ല. ഇപ്പം മെഡിക്കൽ എടുക്കാനാണെങ്കിലും ഇൻഷുറൻസിനാണെങ്കിലും എല്ലാം, ഈവൻ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എല്ലാത്തിനും നമ്മൾ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാ അവര് നമുക്ക് പറഞ്ഞു. ഒന്നാമത് ആ ടൈം ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലായിരുന്നു. കോവിഡിന്റെ എല്ലാം അറേഞ്ച് ചെയ്യാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ അതൊരു നല്ല കാര്യമാണ്. എങ്ങനെ പേരെന്തായിരുന്നു? രണ്ടുപേരുടെ പേര് പറഞ്ഞാൽ ചിലപ്പോ ഓർമ്മ കിട്ടത്തില്ല. എന്റെ പേര് ലിനി. ഞാൻ സെയിം ഈ ഏജൻസി ത്രൂ തന്നെയാണ് വന്നത്. പക്ഷെ എനിക്ക് ക്വാറന്റൈൻ ടൈം അല്ലായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അതിന് മുന്നേ ദുബായ് ഒന്നിച്ച് വന്നവരല്ല. ഞാൻ വന്നിട്ട് 2 വർഷമായിട്ടുണ്ട്. അപ്പോ സെയിം തന്നെ ദുബായ് പക്ഷെ ക്ലാസ് ആയിരുന്നു ഈ ലിഫ്റ്റിംഗ് ആൻഡ് ഇവിടെ വരുന്നതിനും ഇവിടുത്തെ കുറെ കൾച്ചർ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. കാരണം ഇപ്പൊ വരുന്ന പുതിയ ആൾക്കാർക്ക് ഇവിടുത്തെ ഇൻഫർമേഷനും ഇവിടെ വന്ന് കൊടുക്കാനുള്ള കെയറിനെ പറ്റി അവരൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം ഇത് പുതുതായിട്ട് വരുമ്പോ പുതിയൊരു രാജ്യത്തെ രീതി, അവിടെ നമ്മൾ പേഷ്യന്റിന് കൊടുക്കേണ്ട കെയർ, കൾച്ചർ എല്ലാം വ്യത്യാസമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുന്നത് അതിനെപ്പറ്റി എനിക്കറിയാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. സോ അത് എത്ര ദിവസം ഉണ്ടായിരുന്നു? അത് 1 വീക്ക്. ഇവർ തന്നെയാണ് അക്കോമഡേഷനും ട്രാവലും എല്ലാം ഇവർ തന്നെയായിരുന്നു. ക്ലാസ് ഞങ്ങൾക്ക് 2 ഓപ്പോസിറ്റ് സൈഡ് ആയിരുന്നു. അവർ തന്നെ ഞങ്ങൾക്ക് ബസ് ഉണ്ടായിരുന്നു. പോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴും ഒന്നിനും ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം പെട്ടെന്ന് വന്നു. 1 മാസം കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കി കാർഡ് കിട്ടി. എല്ലാത്തിനും 1 മാസം കൊണ്ട് ജോലി കയറി. നഴ്സിംഗിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവർ തന്നെയാണ് പേപ്പേഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. കാരണം ഇവിടെ പലരും വന്നിട്ടേ 5-6 മാസമൊക്കെ ഇരുന്ന് ID കാർഡ് റെഡി ആയതിനു ശേഷമൊക്കെയാണ് കൂടുതലും ജോബിന് കയറുന്നത്.
വന്നിട്ടില്ല. അത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെ ഇത്. ഈവൻ നഴ്സുമാരെ തന്നെ ഒത്തിരി ഏജൻസികൾ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം അങ്ങനെ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ജോബില്ല, 2-3 ദിവസമൊക്കെ മന്ത്ലി ഡ്യൂട്ടിക്ക് പോകുന്നു, സാലറി കൊടുക്കുന്നില്ല, അങ്ങനെ കുറെ ഇഷ്യൂസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പ്രശ്നം വന്നിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 90% എനിക്ക് തോന്നുന്നത് നഴ്സുമാരുടെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് കേഡസ്റ്റിനും EFM മാത്രമാണ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 80-85% ആൾക്കാരും കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിലും ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നത് ആ 2 ഏജൻസിയാണ്. കാരണം അവര് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇവിടെ വന്ന ജെനുവിനായിട്ടുള്ള ജോബ് സെക്യൂർ ആയിട്ട്. നമ്മള് നാട്ടിൽ നിന്ന് വരുമ്പോ എല്ലാരും കെയറർമാരായിട്ടാണ് വരുന്നത്. നാട്ടിൽ നിന്ന് എല്ലാരും നഴ്സുമാരെല്ലാരും ഞാനും അങ്ങനെ തന്നെയാണ് ഇവിടേക്ക് വന്നത്. കെയറായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് നമ്മൾ ബ്രിഡ്ജിങ് പ്രോഗ്രാം നേഴ്സായോ? അതെ 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 നമ്മൾ ബ്രിഡ്ജിങ് ചെയ്തു. അപ്പം ബ്രിഡ്ജിങ് ഒരു 6 മന്ത് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അത് നമുക്ക് അതിനും ഹെൽത്ത് മാർക്കിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഡ്യൂട്ടി ഒക്കെ ആണെങ്കിലും നമ്മുടെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അതായത് ക്ലാസ് അനുസരിച്ച് അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? കാരണം നമ്മൾ വർക്ക് ചെയ്തോണ്ട് നമ്മളെ കൊടുക്കേണ്ട കാര്യമില്ല. അവര് നമ്മുടെ സാലറി തന്നെ അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടൊന്നും അറിയുന്നത് അല്ല. അതൊരു ബെറ്റർ ഓപ്ഷൻ അല്ലേ? കാരണം നമ്മൾ ജോബ് ചെയ്തോണ്ട് തന്നെ പഠിക്കുക. ഈ സ്റ്റുഡൻസ് വിസയ്ക്കൊക്കെ വന്നിട്ടാണ് കൂടുതൽ പേരും ബ്രിഡ്ജിങ് ചെയ്യണേന്ന് തോന്നണം. എല്ലാം നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒരു അല്ലേ വലിയ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മള് ലോണും കടവും ഒക്കെ എടുത്ത് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നമ്മള് ജോബ് ഇല്ലാതെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. സോ നിങ്ങൾ ഇവിടെ ഹാപ്പിയാണ്? നിങ്ങൾ ഇവിടെ പോകുന്നില്ല? മാൾട്ടയിൽ പോകുന്നില്ല? തൽക്കാലം നിങ്ങൾ പോകുന്നില്ല. വലിയ കുഴപ്പമില്ലാത്ത ഡ്യൂട്ടിയാണ്. ഓക്കെ. ഞാനിപ്പോ ഒത്തിരി പേരോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇനിയും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നഴ്സുമാർ ഇങ്ങോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതൊരു നല്ല വേ ആയിട്ട് കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു വേ ആണ്. കാരണം ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കെയറായിട്ടാണ് വരുന്നതെങ്കിലും നമുക്കൊരു 6 മന്ത് കൊണ്ട് നമുക്ക് നേഴ്സ് ആവാൻ പറ്റും എല്ലാവർക്കും. നേഴ്സ് ആവാനുള്ള ആ ഒരു എലിജിബിലിറ്റി IELTS വേണം. 6 ആണെങ്കിൽ അപ്പൊ IELTS ആണെങ്കിലും 6 ആണ് ചോദിക്കുന്ന അക്കാഡമിക് ആണ്. അപ്പൊ നമുക്കതുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ബ്രിഡ്ജിങ് ചെയ്യണം. അത് മസ്റ്റ് ആണ്. ബ്രിഡ്ജിങ് നമ്മൾ ചെയ്യണം. ബ്രിഡ്ജിങ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേഴ്സ് ആവാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് നമ്മുടെ മലയാളികൾ തന്നെ ഗവൺമെന്റിലേക്കൊക്കെ ഒത്തിരി അല്ലെ? എവിടെ നോക്കിയാലും എനിക്ക് ഗവൺമെന്റിൽ മലയാളികൾ ഒത്തിരി പേരുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? നമ്മള് വേറെ രാജ്യത്ത് വന്ന് അവിടുത്തെ ഗവൺമെന്റിലൊക്കെ ജോബ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം. സോ അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മള് ഇനി വരുന്ന മീൻസ് ഇനിയും ഇങ്ങോട്ട് വരാതിരിക്കുന്നവർക്ക് ഇതൊരു ഗുഡ് ഇൻഫർമേഷൻ ആയിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ ഇവിടുന്ന് UK ആണെങ്കിലും ഓപ്പൺ ആണ്. ഓക്കെ. 1 year എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ UK സൂൺ അവരുടെ ഇത് ഓപ്പൺ ആകും. കാരണം ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് UK കുറെ പേര് ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുകയാണ്. വീണ്ടും അത് ഓപ്പൺ ആവും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട് നമുക്ക്. അപ്പൊ നാട്ടിൽ നിന്ന് പോകുന്നതിലും കുറച്ചുകൂടെ എളുപ്പമാണ് ഇവിടെ നിന്ന് പോകാൻ. അല്ല, എനിക്ക് വേറൊന്നുമില്ല. ഇവര് റൈറ്റ് വേയിൽ വരണം, അത്രേ ഉള്ളൂ. കാരണം ഞാന് ഒരു അസോസിയേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ഫേക്ക് ഏജൻസികൾ കൊണ്ടുവന്ന് ഒത്തിരി പേരെ പറ്റിക്കുന്നുണ്ട്. ജോബില്ലാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആത്മാർത്ഥതയോടെ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും ജോബില്ലാതെ നിൽക്കേണ്ടി വരില്ല. പക്ഷെ നമ്മൾ ഒരു രാജ്യത്ത് വരുമ്പോൾ പാലിക്കേണ്ട കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ലേൺ ചെയ്തിട്ട് വരണം. അതർ ദാൻ ദാറ്റ് എന്നെ സംബന്ധിച്ച് ഞാനിവിടെ സെക്യൂർ ആണ്. സോ എനിക്ക് സെക്യൂർ ആണ് ഇവിടെ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ടൈം എടുത്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. ഞാൻ ഇനിയും ഞാൻ കുറച്ചു പേരോടൊക്കെ സംസാരിച്ചു. നേഴ്സുമാർ 1-2 പേരെ ഫൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജോലി തിരക്കുകൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നേഴ്സുമാർക്ക് വീക്കെൻഡ് എന്ന് പറയാനും പറ്റില്ല. സോ വർക്കിലൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണല്ലേ? സാലറി ബേസിസ് ഓക്കെ. ടാക്സും ഇൻഷുറൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതർ ദാൻ ദാറ്റ് നിങ്ങൾ ഹാപ്പി അല്ലേ? നാട്ടില് 10,000 രൂപയ്ക്ക് അല്ലെ ജോലി ചെയ്ത്, അല്ല 1 ലക്ഷം രൂപയ്ക്ക് ജോലി ചെയ്ത് 10,000 രൂപ വാങ്ങുന്നതിലും നല്ലതല്ലേ നമ്മൾ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നത്? അത്യാവശ്യം എനിക്ക് തോന്നണേ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, നമുക്ക് അത്യാവശ്യം ബ്രേക്ക് കിട്ടും, ഫുഡ് കഴിക്കാനുള്ള ടൈം ഉണ്ട്. നാട്ടിൽ നമുക്ക് വെള്ളം കുടിക്കാൻ സമയമില്ല. ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ട് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര അല്ല, അതൊക്കെ ഒരു നമ്മുടെ ഒരു കൺവീനിയൻസ് അല്ലേ? നമുക്ക് അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കാനുള്ള ടൈം തരിക എന്ന് പറഞ്ഞാൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഏറ്റവും കൂടുതൽ നേഴ്സുമാർക്ക് ഇന്നും ഓരോ സമയം കിട്ടാത്ത ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ സമയം കഴിഞ്ഞ് കൂടുതൽ സമയത്ത് നമുക്കതൊരു ഓവർ ടൈം
നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇല്ല. ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടി 12 hours ആണ്. അത് കഴിഞ്ഞ് നമ്മള് ഒരു 7 to 7 ആണ് ഷിഫ്റ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 8 മണി വരെ ഒരു എമർജൻസി ഇൻ കേസ് വന്ന് നിൽക്കേണ്ടി വന്നാല് അത് പേ ചെയ്യും. ഓവർ ടൈം ആയിട്ടാണ് ഓവർ ടൈം ഒക്കെ കിട്ടുന്നുണ്ടോ? കിട്ടാറുണ്ടോ? എങ്ങനെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ കംഫർട്ടബിൾ? തീർച്ചയായിട്ടും. ശരി, താങ്ക് യു സോ മച്ച്. ഓക്കെ.